നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. സോ വി ഓൾ ആർ അവെയർ ഓഫ് ദി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. അങ്ങനെ ഒരു റൈറ്റ് ഉണ്ട്. ഈച്ച് ആൻഡ് എവറി കൺസ്യൂമർ ഹാസ് ദി റൈറ്റ് ടു ഗോ ടു കോർട്ട് ഇഫ് അറ്റ് ഓൾ ദാറ്റ് കൺസ്യൂമർ ഈസ് ബീങ് അഗ്രീവ്ഡ്. എന്തെങ്കിലും ഒരു ചതിവ് പറ്റുവാണെങ്കിൽ, എന്തെങ്കിലും അവർ പേ ചെയ്തതിനനുസരിച്ചുള്ള ഗുഡ്സ് കിട്ടിയില്ലെങ്കിൽ ദേ ഹാവ് ദി റൈറ്റ് ടു സ്യൂ ദി സെല്ലർ. അപ്പം അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കൺസ്യൂമറിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ടാണ് നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. ഇനി അതിൻ്റെ ജസ്റ്റ് ഒരു കുറച്ച് അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ജസ്റ്റ് ഹിസ്റ്ററിയാണ്. അപ്പം ആദ്യമായിട്ട് 86 തന്നെയാണ് ഇത് ഫുള്ളായിട്ട് വന്നിരിക്കുന്നത്. എവിടെ നോക്കിയാൽ ലോക്സഭയിൽ ആദ്യമായിട്ട് ഈ ആക്ട് വന്നിരിക്കുന്നത് 9th ഡിസംബറാണെന്നാണ്. ചിലവിടെ 5th ഡിസംബർ എന്നും ഉണ്ട് കേട്ടോ. അപ്പോൾ 9th of December 1986 ആണ്. ദെൻ ഇറ്റ് കെയിം ഇൻ ടു ഫോഴ്സ് ഫ്രം 1st July 1987. ദെൻ രാജ്യസഭ പാസ് ദി ആക്ട്. ശരിക്കും 1st July 1987 ഇത് ഇറ്റ് കെയിം ഇൻ ടു ഫോഴ്സ് നിലവിൽ വന്നത്. 86 തന്നെ ഡിസംബർ ഇറ്റ് വാസ് ദെയർ ഇൻ ലോക്സഭ, ആൻഡ് ബൈ 10th December it was passed in Rajya Sabha, and the president signed it, assented it on 24th December 1986, and it was published in the Gazette on 26th December 1986. So came into force മാത്രം നമ്മൾ നോക്കിയാൽ മതി. The Consumer Protection Act 1986 came to force from 1st July 1987. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ജസ്റ്റ് ഹിസ്റ്ററി ആയിട്ട് പറയാം. മെയിനായിട്ടും അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് എന്താണ് ഈ ആക്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇറ്റ് എംപ്ലൈസ് ടു ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് അൺലെസ് എക്സംപ്റ്റഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് എക്സംപ്റ്റ് ചെയ്തിട്ടുള്ള ഗുഡ്സ് ഒഴികെ ബാക്കി എല്ലാ ഗുഡ്സിനും എല്ലാ സർവീസിനും എല്ലാ അൺഫെയർ ട്രേഡ് പ്രാക്ടീസും എല്ലാം ഡീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടാണ്. ഇറ്റ് കവേഴ്സ് ഓൾ സെക്ടേഴ്സ് ലൈക്ക് പ്രൈവറ്റ്, പബ്ലിക്, കോർപ്പറേറ്റീവ്, അങ്ങനെ ഓൾ സെക്ടേഴ്സ് കം അണ്ടർ ദി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. If the consumer has got a complaint in whether it is a private, public or cooperative, any kind of complaint, any area of complaint can be dealt with the consumer court. Okay, then it provides for establishment of consumer protection council at state, central, state and district level to promote protection and the mechanism to deal with the grievance and disputes. അപ്പം ആക്ച്വലി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഇസ് എ സെൻട്രൽ ഗവർണിംഗ് ജുഡീഷ്യറി ആണെങ്കിലും ഇറ്റ് ഹാസ് ലെവൽസ്, 3 tier സിസ്റ്റം ആണുള്ളത്. ഡിസ്ട്രിക്ട് ലെവൽ, സ്റ്റേറ്റ് ലെവൽ ആൻഡ് സെൻട്രൽ ലെവൽ. സോ ദി കൺസ്യൂമേഴ്സ് ക്യാൻ ഹാവ് ദെയർ റിഡ്രസൽ അറ്റ് all the 3 levels. ഓക്കെ, ഇനി നെക്സ്റ്റ് മേജറായിട്ടും കുറച്ച് ടേംസാണ്. ഫയലിംഗ് കംപ്ലയിൻറ്റിന് മുന്നേ കുറച്ച് നമ്മുടെ ടെക്സ്റ്റിൽ കുറേ അധികം ടേംസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ബട്ട് ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് മേജറായിട്ടുള്ള ടേംസ് ഇരിക്കുന്നത്. ഹൂ ഇസ് എ കൺസ്യൂമർ ഇസ് ഇമ്പോർട്ടൻറ്റ്. വൺ ഹൂ ബൈസ് എ ഗുഡ്സ് ഓർ ഹൈസ് എ സർവീസ് ഫോർ സം വാല്യൂ, അവരെയാണ് നമ്മൾ കൺസ്യൂമർ എന്ന് വിളിക്കാം. നമ്മൾ യൂഷ്വലി മാർക്കറ്റിങ്ങിലൊക്കെ നമ്മൾ കസ്റ്റമർ ആൻഡ് കൺസ്യൂമർ തമ്മിൽ ഡിഫറൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ എനിവൺ ഹു ബൈസ് എ ഗുഡ്സ് ഫോർ കൺസംപ്ഷൻ, കൺസ്യൂം ചെയ്യണമെന്നില്ല. എനിവൺ ഹു ബൈസ് എ ഗുഡ്സ് ക്യാൻ ബി ടേംഡ് ആസ് എ കൺസ്യൂമർ. കുറച്ചും കൂടി വൈഡർ ടേം ആയിട്ടാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ അത് പറയുന്നത്. ഓക്കെ, then under what circumstance one can go for a complaint ചോദിച്ചാൽ whether goods are defective ആവാം, അല്ലെങ്കിൽ ഒരു false statement by the trader or manufacturer ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, we can go for complaint. Then within what period one should go for a complaint ചോദിക്കണമെങ്കിൽ, if at all someone has a complaint, he should file a complaint within 3 months of purchase. നോർമൽ കേസിൽ. ഇനി എന്തെങ്കിലും ലൈക്ക് ടെസ്റ്റിംഗ് ഒക്കെ ആവശ്യമുള്ള കേസാണെങ്കിൽ മാത്രം 5 months. ഇപ്പം ഞാനൊരു സാധനം വാങ്ങിച്ചു, ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ് ആൻഡ് ഐ വോണ്ട് ടു ഗോ ഫോർ എ കംപ്ലൈൻറ്റ്, ദെൻ ഐ ഷുഡ് ഡു ഇറ്റ് വിത്തിൻ 3 months. ഇഫ് ഇറ്റ് ഓൾ ഐ വോണ്ട് ഇറ്റ് ടു ബി ടെസ്റ്റഡ്, ലൈക്ക് ടെസ്റ്റ് ചെയ്യേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ആണെങ്കിൽ, ഇപ്പം പ്യൂരിറ്റി ടെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വർക്കിംഗ് ടെസ്റ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളതാണെങ്കിൽ ഐ ക്യാൻ ടേക്ക് എ മാക്സിമം 5 months. വിത്തിൻ ദാറ്റ് ഐ ഷുഡ് ഗോ ഫോർ എ കംപ്ലൈൻറ്റ്. ദെൻ വെയർ ക്യാൻ വൺ ഗോ ഫോർ എ കംപ്ലൈൻറ്റ്. അപ്പോൾ യൂഷ്വലി 3 സ്റ്റേജ് ആയിട്ടാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത്. ഡിസ്ട്രിക്ട് ലെവൽ, സ്റ്റേറ്റ് ലെവൽ ആൻഡ് നാഷണൽ ലെവൽ ഉണ്ട്. ഡിസ്ട്രിക്ട് ഫോറത്തിൽ അപ് ടു 20 lakh വരെയുള്ള ഡീലിംഗ് ആണെങ്കിൽ, അല്ലെങ്കിൽ കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യുന്നത് അപ് ടു 20 lakh ആണെങ്കിൽ ഡിസ്ട്രിക്ട് ഫോറത്തിൽ പോവാം. 20 lakh to 1 crore ആണ് ഞാൻ കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ ഐ ഷുഡ് ഡയറക്ട്ലി ഗോ ടു ദി സ്റ്റേറ്റ് ഫോറം അല്ലെങ്കിൽ സ്റ്റേറ്റ് കമ്മീഷൻ. And if at all the claim amount is more than 1 crore, I should go for the national commission. Okay,
ഇനി ഹൂ ഇസ് നോട്ട് എ കൺസ്യൂമർ, എപ്പോഴൊക്കെയാണ് ആർക്കൊക്കെ കൺസ്യൂമർ എന്ന പൊസിഷൻ എടുക്കാൻ പറ്റില്ല അണ്ടർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ, വൺ ഹു ഒബ്റ്റെയിൻസ് ഗുഡ് ഫോർ റീസെയിൽ, ലൈക്ക് റീസെയിലിന് വേണ്ടിയിട്ടാണ് കൊടുക്കണമെങ്കിൽ അവിടെ കൺസ്യൂമറായി മാറില്ല, ഈസ് ജസ്റ്റ് റീറ്റെയിലറാണ്. അപ്പോൾ അവർക്ക് കംപ്ലയിൻറ്റ് ആസ് എ കൺസ്യൂമർ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റില്ല. ദി പേഴ്സൺ ഹു യൂസസ് ദി ഗുഡ് വിത്തൗട്ട് ദി അപ്രൂവൽ ഓഫ് ദി ബയർ, അപ്പം ഞാനൊരു സാധനം വാങ്ങിച്ചു, വേറെ ആരെങ്കിലും എൻ്റെ നിന്ന് മോഷ്ടിച്ച് ഉപയോഗിച്ചു, അവർക്കൊരു അപകടം പറ്റിയെങ്കിൽ ദേ കാൺ ഗോ ഫോർ ദി കംപ്ലയിൻറ്റ് ബിക്കോസ് ദേ ഹാവ് നോട്ട് ആക്ച്വലി ബൈഡ് ദി ഗുഡ്. അവരുടെ ബില്ലും ഉണ്ടാവില്ല, അവർ ബൈ ചെയ്തിട്ടില്ല, അവർ ആക്ച്വൽ കസ്റ്റമർ അല്ല. ദി പേഴ്സൺ ഹു ഒബ്റ്റെയിൻ ഗുഡ്സ് ഹയേഴ്സ് ഓർ അവെയിൽസ് എനി സർവീസ് വിത്തൗട്ട് കൺസിഡറേഷൻ, ഫ്രീ ആയി കിട്ടുന്ന സാധനങ്ങൾക്ക് ആക്ച്വലി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, പ്രൈസ് പേ ചെയ്യാതെ വെറുതെ കിട്ടുന്ന സാധനമാണെങ്കിൽ അതിന് ശരിക്കും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആപ്ലിക്കബിൾ അല്ല എന്നതാണ് ജനറൽ റൂൾ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് വി ഹാവ് എ 3 ടയർ സിസ്റ്റം എന്ന്. അപ്പം വി ഹാവ് എ ഡിസ്ട്രിക്ട് ഫോറം, സ്റ്റേറ്റ് ഫോറം ഉണ്ട്, നാഷണൽ ഫോറം. സോ ഫസ്റ്റ് ഏറ്റവും ബേസ് ആയിട്ടുള്ള ഡിസ്ട്രിക്ട് ഫോറമാണ്, അതിനുശേഷം സ്റ്റേറ്റിലേക്കും അതിനുശേഷം നാഷണൽ ഫോറത്തിലേക്കുമാണ് നമ്മൾ പോവുക. സ്റ്റേറ്റ് ഫോറത്തിൻ്റെ കുറേ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ദി എമൗണ്ട് ലിമിറ്റ് ഓഫ് കോമ്പൻസേഷൻ ഇസ് 20 lakh. 20 lakh വരെയുള്ള കോമ്പൻസേഷനാണ് ക്ലെയിം ചെയ്യണമെങ്കിൽ വി ഗോ ഫോർ ദി സ്റ്റേറ്റ് ഫോറം. വി ഫയൽ എ സ്യൂട്ട് ഇൻ ദി സ്റ്റേറ്റ് ഫോറം. ആൻഡ് ഇഫ് അറ്റ് ഓൾ ദി കൺസ്യൂമർ ഇസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദി ജഡ്ജ്മെൻറ്റ് ഓഫ് ദി ഓഫ് ദി ഡിസ്ട്രിക്ട് ഫോറം, യു ക്യാൻ ഗോ ടു ദി സ്റ്റേറ്റ് കമ്മീഷൻ. അത് ചെയ്യേണ്ടത് വിത്തിൻ 30 days ആണ്. വിത്തിൻ 30 days യു ഷുഡ് ഗോ ഫോർ എ ഹയർ അതോറിറ്റി, ദാറ്റ് ഈസ് ദി സ്റ്റേറ്റ് കമ്മീഷൻ. ഇനി പെനാൽറ്റി എമൗണ്ട് ടു ബി ഡിപ്പോസിറ്റഡ് ആക്ച്വലി നോക്കണ്ട, ഇറ്റ് ഡിഫേഴ്സ് ഓരോ സ്ഥലത്തും വേറെയാണ്. അപ്പം വിത്തിൻ 30 days യു ഷുഡ് ഗോ ടു ദി സ്റ്റേറ്റ് ഫോറം. ഇനി സ്റ്റേറ്റ് ഫോറത്തിലാണെങ്കിൽ എമൗണ്ട് ലിമിറ്റ് ഇസ് അബൌട്ട് 20 lakh ആൻഡ് അപ് ടു 1 crore ആണ് നിങ്ങളുടെ കോമ്പൻസേഷൻ എങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദി സ്റ്റേറ്റ് forum. Again, if at all the consumer is not satisfied with the judgment, he can go to the higher authority, that is the national commission, within 30 days of the judgment. Okay, ഇനി നാഷണൽ ഫോറത്തിൻ്റെ ലിമിറ്റ് നമുക്കറിയാം അബവ് 1 crore ആണ്. 1 crore മുകളിലാണ് കോമ്പൻസേഷൻ എങ്കിൽ യു വിൽ ഫയൽ എ സ്യൂട്ട് ഇൻ ദി നാഷണൽ ഫോറം. And if at all the consumer is not satisfied, even if it is not satisfied in the national forum, he can directly file a complaint in the Supreme Court within 30 days. അപ്പോൾ ഇത്രയാണ് ഒരു കൺസ്യൂമറിൽ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് കൗൺസിൽസും കൂടി ഉണ്ട്. ഫോറം പോലെ തന്നെ കുറച്ച് കൗൺസിലുണ്ട്. കൗൺസിൽസ് മീൻസ് കുറച്ച് കമ്മിറ്റി പോലത്തെ സെറ്റപ്സും കൂടി നമുക്ക് അവൈലബിൾ ആണ്. ഇനി അതിൽ ഫസ്റ്റ് ഡിസ്ട്രിക്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലാണ്. ഇതിൽ മെയിനായിട്ടുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് അതിൽ 1 കളക്ടർ ഓഫ് ദി ഡിസ്ട്രിക്ട് ആണ് അതിൻ്റെ ചെയർമാൻ ആയിട്ട് വരിക. പിന്നെ സച്ച് നമ്പർ ഓഫ് അതർ ഒഫീഷ്യൽ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് ആസ് പെർ പ്രിസ്ക്രൈബ് ഓഫ് ദി സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒഫീഷ്യൽ ആൻഡ് നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് അവിടെ ഉണ്ടാവും. ഇനി ഇതുവരുടെ മീറ്റിംഗ് എന്ന് പറയുന്നത് they shall meet twice an year, at least twice an year. പ്രൊസീജിയർ സ്റ്റേറ്റ് ഗവൺമെൻറ് തീരുമാനിക്കുന്ന പോലെ ആയിരിക്കും. ഇനി സ്റ്റേറ്റ് പ്രൊട്ടക്ഷൻ കൗൺസിലിലേക്ക് വരുവാണെങ്കിൽ അവിടെ ഡിസ്ട്രിക്ട് കളക്ടർ അല്ല, അവിടെ എന്തായിരിക്കും മിനിസ്റ്റർ ഇൻ ചാർജ് ഓഫ് കൺസ്യൂമർ അഫെയർസ് ആയിരിക്കും ഇൻ ദി സ്റ്റേറ്റ് ഗവൺമെൻറ്. ഓക്കെ, അവരായിരിക്കും അതിൻ്റെ ചെയർമാൻ ആയിട്ട് വരിക. ആൻഡ് ഒഫീഷ്യൽ ആൻഡ് നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് ആസ് പ്രിസ്ക്രൈബ് ബൈ ദി സ്റ്റേറ്റ് ഗവൺമെൻറ്. ഇവിടെ ദേ ഷാൽ ഹാവ് എ മീറ്റിംഗ് അറ്റ്ലീസ്റ്റ് ട്വൈസ് എ ഇയർ പ്രൊസീജിയർ. അപ്പോൾ ഡിസ്ട്രിക്ട് ഫോറത്തിലും സ്റ്റേറ്റ് ഫോറത്തിലും ട്വൈസ് എ ഇയർ ആണ് ആസ് പ്രിസ്ക്രൈബ് ബൈ ദി സ്റ്റേറ്റ് ഗവൺമെൻറ്. ഇനി നമ്മുടെ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ എങ്ങനെയെന്ന് വെച്ചാൽ ദി മിനിസ്ട്രി ഇൻ ചാർജ് ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും അതിൻ്റെ ചെയർമാൻ. ഓക്കെ, ഇനി നമ്പർ ഓഫ് ഒഫീഷ്യൽ ആൻഡ് നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് ആസ് പെർ ദി ഗവൺമെൻറ് ആണ്. ആൻഡ് ഇവരുടെ മീറ്റിംഗ് അറ്റ്ലീസ്റ്റ് വൺസ് എ ഇയർ ആയിരിക്കും. അപ്പോൾ ഡിസ്ട്രിക്റ്റിൽ നമുക്കറിയാം ഡിസ്ട്രിക്ട് കളക്ടർ ആയിരിക്കും ചെയർമാൻ. അതർ തിങ്സ് വിൽ ബി ഡിസൈഡ് ബൈ ദി സ്റ്റേറ്റ് ഗവൺമെൻറ്. മിനിമം 2 times a year meeting they should meet minimum 2 times an year. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ആകുമ്പോൾ സ്റ്റേറ്റിൽ കൺസേൺഡ് മിനിസ്റ്റർ ആയിരിക്കും ചെയർമാൻ. അതർ ഒഫീഷ്യൽസ് ക്യാൻ ബി ഡിസൈഡ് ബൈ ദി സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് ഈവൻ ദേ ഷുഡ് മീറ്റ് അറ്റ്ലീസ്റ്റ് ട്വൈസ് എൻ ഇയർ. സെൻട്രൽ ഗവൺമെൻറ് ആകുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൽ ദി മിനിസ്റ്റർ ഇസ് ഇൻ ചാർജ് ഓഫ് ദി കൺസ്യൂമർ അഫെയർസ് ആയിരിക്കും ചെയർമാൻ. അതർ ഒഫീഷ്യൽസ് ക്യാൻ ബി ഡിസൈഡഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് ദേ ഷൽ മീറ്റ് അറ്റ്ലീസ്റ്റ് വൺസ് ആൻ ഇയർ. ഓക്കെ, ഇനിയാണ് നമ്മുടെ മേജർ ആയിട്ടുള്ള കുറച്ച് ടോപ്പിക് വരുന്നത്. എൻ്റെ ടെക്സ്റ്റിൽ ഇത് ആദ്യമാണ്, ഞാനിപ്പോൾ അത് കഴിഞ്ഞിട്ട് എടുക്കണമെന്നുള്ളൂ. റൈറ്റ്സ് ഓഫ് എ കൺസ്യൂമർ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട ഒരെണ്ണമാണ് റൈറ്റ്സ് ഓഫ് എ കൺസ്യൂമർ. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റൈറ്റ് ഇസ് റൈറ്റ് ടു
സേഫ്റ്റി. അപ്പോൾ ജസ്റ്റ് എന്താണ് റൈറ്റ് ടു സേഫ്റ്റി എന്ന് പറയുമ്പോൾ ദി കൺസ്യൂമർ ഹാസ് ദ റൈറ്റ് ടു ബി പ്രൊട്ടക്റ്റഡ് അഗെയിൻസ്റ്റ് ദ മാർക്കറ്റിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് വിച്ച് ഹാസ് എ ഹസാർഡസ് ലൈഫ് ഓർ ഹസാർഡസ് ടു ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ഏതെങ്കിലും പ്രോഡക്റ്റ് ആണെങ്കിൽ സേഫ്റ്റി എൻഷുർ ചെയ്യണം എന്നത് അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടാവണം എന്നത് കൺസ്യൂമറിൻ്റെ ഒരു റൈറ്റാണ്. അപ്പോൾ ഐദർ അത് വാർണിംഗ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ എല്ലാത്തരം സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്തിട്ടായിരിക്കാം, ക്വാളിറ്റി ടെസ്റ്റിംഗ് കൊണ്ടുവരുന്നുണ്ടാവാം. അപ്പോൾ ഇതെല്ലാം കൊണ്ടും സേഫ് പ്രോഡക്റ്റ് ഉപയോഗിക്കാനുള്ള സാധ്യത ഉണ്ടാവുക എന്നത് റൈറ്റ് ഓഫ് എ കൺസ്യൂമറാണ്. ഇനി നെക്സ്റ്റ് റൈറ്റാണ് റൈറ്റ് ടു ബി ഇൻഫോംഡ്. ഇൻഫോംഡ് എന്ന് പറയുമ്പോൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന കസ്റ്റമർ ഹാസ് ദി ഹോൾ റൈറ്റ് ടു ബി ഇൻഫോംഡ് അബൌട്ട് ദി ഹോൾ പ്രോഡക്റ്റ്, ലെറ്റ് ഇറ്റ് ബി ദി ക്വാണ്ടിറ്റി, ക്വാളിറ്റി, പ്രൈസ്, ഇൻഗ്രീഡിയൻസ്, MRP, അതുപോലെ പ്രിസ്ക്രിപ്ഷൻസ്, എനിത്തിങ് ഇഫ് അറ്റ് ഓൾ എനി ഡിസ്ക്ലെയിമേഴ്സ് ഉണ്ടെങ്കിൽ അത്, വാർണിംഗ് ഉണ്ടെങ്കിൽ അത്, അത്തരം എല്ലാ കാര്യങ്ങളും ലൈക്ക് മാനുഫാക്ചർ ഡേറ്റ്, എക്സ്പയറി ഡേറ്റ്, ബാച്ച് നമ്പർ, ദി മാനുഫാക്ചറർ, മാർക്കറ്റിംഗ് ഏജൻ്റ് ആരാ, അങ്ങനെ എല്ലാ ഇൻഫർമേഷൻസിനെ കുറിച്ചും ഇൻഫോംഡ് ആയിരിക്കാനുള്ള റൈറ്റ് ആർക്കുണ്ട്? ബയ്യർക്ക് ഉണ്ട്. ഇനി റൈറ്റ് ടു ചോയ്സ് ഇസ് അനദർ റൈറ്റ്. ദാറ്റ് ഈസ് ദി കൺസ്യൂമർ ഹാസ് ദി റൈറ്റ് ടു ചോയ്സ് വെൻ എവർ പോസിബിൾ. അപ്പോൾ എവിടെ പോകുമ്പോഴും ഒരിക്കലും ഒരു പ്രോഡക്റ്റ് കസ്റ്റമർ നിർബന്ധമായി വാങ്ങിച്ചിരിക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വരേണ്ട ആവശ്യമില്ല. അതുപോലെ ഏതൊരു പ്രോഡക്റ്റ് വാങ്ങിക്കാനും വാങ്ങിക്കാതിരിക്കാനും കസ്റ്റമർ ഹാസ് ദി ഹോൾ റൈറ്റ്. ഓക്കെ, ദി നെക്സ്റ്റ് റൈറ്റ് ഈസ് ദാറ്റ് റൈറ്റ് ടു ബി ഹേർഡ്. അപ്പം കൺസ്യൂമേഴ്സിന് എപ്പോഴും ഇഫ് അറ്റ് ഓൾ ദേ ആർ ഡിസാറ്റിസ്ഫൈഡ് റിഗാർഡിംഗ് എനി ഓഫ് ദി പോയിന്റ് ഓഫ് എ കോൺട്രാക്ട് അല്ലെങ്കിൽ ഓഫ് എ പ്രോഡക്റ്റ്, they have the right to respond to it and the customer has the right to be heard. Okay, the interest will receive due to consideration of appropriate forums. അപ്പോൾ എവിടെയാണെങ്കിലും ഒരു കോർട്ടിൽ പോവുകയാണെങ്കിലും അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം മുമ്പ് എന്തെങ്കിലും ഒരു പ്രശ്നം കസ്റ്റമർക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഹി ഷുഡ് ബി ഹേർഡ് ബൈ ദി കോർട്സ്, ബൈ ദി കൺസേണിങ് അതോറിറ്റീസ്. അപ്പോൾ റൈറ്റ് ടു ബി ഹേർഡ് ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് റൈറ്റ്. നെക്സ്റ്റ് ഈസ് റൈറ്റ് ടു സീക്ക് റിഡ്രസൽ. അപ്പോൾ എന്തെങ്കിലും കാരണം വെച്ചിട്ട് ഒരു അൺഫെയർ ട്രേഡ് പ്രാക്ടീസോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടാകുന്ന റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എക്സ്പ്ലോയിറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ, കസ്റ്റമർ എക്സ്പ്ലോയിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഹി ഹാസ് ദി റൈറ്റ് ടു ഗെറ്റ് റിഡ്രസൽ ഫോർ ദി സെയിം. എന്തെങ്കിലും രീതിയിൽ കൺസ്യൂമർ ഡിസീവ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ഹി ഹാസ് ദി റൈറ്റ് ഫോർ ദി റിഡ്രസൽ ഓഫ് ദി സെയിം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇസ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇൻഫോംഡ് പോലെ തന്നെ ഒരു എക്സ്റ്റെൻഡഡ് ആണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ കസ്റ്റമർ ഹാസ് ദി റൈറ്റ് ടു അക്വയർ നോളജ് ആൻഡ് സ്കിൽ നീഡഡ് ടു മേക്ക് ഇൻഫോംഡ് കോൺഫിഡൻറ്റ് ചോയ്സസ് അബൌട്ട് ദി പ്രോഡക്റ്റ്. ഇപ്പം ഒരു പുതിയൊരു ഫോണിനെ കുറിച്ചാണെങ്കിൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻസിനെ കുറിച്ച് പറഞ്ഞു തരാനുള്ളതോ, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഇപ്പം നമുക്ക് ഹൗ ടു യൂസ് എന്ന ടേമൊക്കെ ശരിക്കും റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മുടെ സാധനങ്ങളിൽ ഉണ്ടാവുക. നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ഉണ്ടാവും അസംബിൾ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും, ഹൗ ടു യൂസ് എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ്. ദാറ്റ് ഈസ് ആക്ച്വലി എ പാർട്ട് ഓഫ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ. ഓക്കെ, റൈറ്റ് ഓഫ് ഇൻഫർമേഷൻ ഇസ് ഡിഫറെൻറ്റ് ഫ്രം കൺസ്യൂമേഴ്സ് റൈറ്റ് ടു ഗെറ്റ് എഡ്യൂക്കേറ്റഡ്. അപ്പോൾ രണ്ടും രണ്ടാണ്, രണ്ടും റൈറ്റുമാണ്. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദി കൺസ്യൂമർ റൈറ്റ്സ്. ഓക്കെ, ദാറ്റ് മേ കം ആസ് എ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നെക്സ്റ്റ് തിങ് ഈസ് കൺസ്യൂമേഴ്സ് റെസ്പോൺസിബിലിറ്റി. എന്തൊക്കെയാണ് കൺസ്യൂമറിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരിക എന്നുള്ളത്. നമുക്ക് ടെക്സ്റ്റിൽ 5 പോയിൻറ്റ്സേ ഉള്ളൂ, നമുക്കിവിടെ 6 പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. വലിയ വ്യത്യാസമൊന്നുമില്ല. എന്തൊക്കെയാണ് കൺസ്യൂമർ ചെയ്യേണ്ടത് റെസ്പോൺസിബിലിറ്റി. നമുക്ക് ഈ റെഡ് എന്ന് തുടങ്ങാം. റെഡിൽ പറഞ്ഞിരിക്കുന്നത് കൺസ്യൂമർ മസ്റ്റ് എക്സസൈസസ് റൈറ്റ്സ്. അപ്പോൾ കൺസ്യൂമർക്ക് ഓൾറെഡി കുറച്ച് റൈറ്റ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, 6 റൈറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഈച്ച് റൈറ്റ് ഏതൊക്കെ സിറ്റുവേഷനിൽ പോസിബിൾ ആണോ അപ്പോൾ ഒക്കെ എക്സസൈസ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി കൺസ്യൂമർക്ക് ഉണ്ട്. ഇപ്പം ഇൻഫോർമേഷൻ ഇല്ലെങ്കിൽ ഇൻഫോംഡ് ആവാൻ, അതുപോലെ എഡ്യൂക്കേഷൻ വേണമെങ്കിൽ എഡ്യൂക്കേഷൻ ആവാം, സേഫ്റ്റി വേണമെങ്കിൽ സേഫ്റ്റി, അപ്പോൾ എല്ലാത്തിനും അവരുടെ റൈറ്റ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി കൺസ്യൂമർക്ക് ഉണ്ട്. ഇനി അടുത്തതാണ് കോഷൻ കസ്റ്റമർ. കോഷൻ കൺസ്യൂമർ എന്ന് പറയുന്നത് ഒന്നുമല്ല, ദി കൺസ്യൂമർ ഷുഡ് ബി വെരി കോൺഷ്യസ് വൈൽ ഹിസ് പർച്ചേസിങ് എ ഗുഡ്. ക്യാവിയേറ്റ് എംപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റൈറ്റ്സിനെ കുറിച്ച് മാത്രമല്ല, പ്രോഡക്റ്റ് കൃത്യമായി മനസ്സിലാക്കിയിട്ട് മാത്രമേ ഒരു കൺസ്യൂമർ എന്ത് ചെയ്യാൻ പാടുള്ളൂ, വാങ്ങിക്കാൻ പാടുള്ളൂ എന്നതും ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ജസ്റ്റ് നോർമൽ ഡെലിഗൻസിൽ അല്ലെങ്കിൽ അതിലും കുറവ് ഒരു നോളേജ് വെച്ച് മാത്രം കൺസ്യൂമർ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പാടില്ല. ദി കൺസ്യൂമർ ഷുഡ് ബി ഫുള്ളി അവെയർ ആൻഡ് ഹി ഷുഡ് ബി കോൺഷ്യസ് ഓൺ ദി പർച്ചേസ്.
ഇനി ഫയലിംഗ് കംപ്ലയിൻറ്റ് ഓഫ് എ ജെന്യുവിൻ ഗ്രീവൻസ്. ഇഫ് അറ്റ് ഓൾ ദി കൺസ്യൂമർ ഇസ് aggrieved at any stage, he should file a complaint and go for grievance redressal. ഓക്കെ, അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. കൺസ്യൂമർ മസ്റ്റ് ബി ക്വാളിറ്റി കോൺഷ്യസ്. നമ്മൾ ഓൾറെഡി ഇപ്പോൾ കോൺഷ്യസ് ബയർ അയക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ക്വാളിറ്റി കോൺഷ്യസും കൂടി ആയിരിക്കണം. എല്ലാം നോർമൽ ഡെലിഗൻസിൽ എന്തൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുമോ അതിലെല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം കൺസ്യൂമർ പ്രോഡക്റ്റിൻ്റെ ബൈയിങ്ങിൻ്റെ ഫൈനൽ ഡെസിഷനിലോട്ട് എത്താം. പിന്നെ ഡു നോട്ട് ബി എഫക്റ്റഡ് ബൈ ദി അഡ്വർടൈസ്മെൻറ്റ്. അത് നമ്മുടെ ടെക്സ്റ്റിൽ ഇല്ലാത്തൊരു പോയിൻ്റാണ്. നമുക്കറിയാം although the advertisement shows all kind of false statements, the consumer will അല്ലെങ്കിൽ should have the knowledge അല്ലെങ്കിൽ the consciousness to examine the product as far as possible. Okay, he should not be misled by the advertisements. And insist on a bill, which is a very important responsibility. Each customer should insist that he is provided a bill for each and every sale. അപ്പം എന്തൊരു സെയിലോ പർച്ചേസോ നടക്കുകയാണെങ്കിൽ ബില്ല് വാങ്ങിക്കുക എന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ കോൺഷ്യസ് കസ്റ്റമർ ഡു നോട്ട് ബൈ ബ്ലൈൻഡ്ലി. ഓൾറെഡി ബീയിങ് കോൺഷ്യസ് വൈൽ ബൈയിങ് എ പ്രോഡക്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ് പാർട്ട് ഓഫ് എ കൺസ്യൂമേഴ്സ് റെസ്പോൺസിബിലിറ്റി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടും കസ്റ്റമേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരിക. ഇനി എന്തൊക്കെ റെമഡീസ് കസ്റ്റമേഴ്സിന് ഉണ്ടാവാം? സപ്പോസ് എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ വാട്ട് ഓൾ റെമഡീസ് യു ക്യാൻ ഹാവ്? ഫസ്റ്റ് ഓഫ് ഓൾ ദി ക്യാൻ ഹാവ് ദി ഗുഡ്സ് റീപ്ലേസ്ഡ്. ഇപ്പം എന്തെങ്കിലും പ്രശ്നം പറ്റുകയാണ്, എന്തെങ്കിലും ഒരു നമ്മൾ ഉദ്ദേശിച്ച അല്ലെങ്കിൽ ആവശ്യപ്പെട്ട പ്രോഡക്റ്റ് നമ്മൾ പേ ചെയ്ത പ്രോഡക്റ്റ് നമുക്ക് കിട്ടിയിട്ടില്ല, അതിൻ്റെ ക്വാളിറ്റി കിട്ടിയിട്ടില്ലെങ്കിൽ വി ഹാവ് ദി റൈറ്റ് ടു ബി അല്ലെങ്കിൽ വി ഹാവ് ദി റൈറ്റ് ടു ഗെറ്റ് എ റീപ്ലേസ്മെൻറ്റ് ഓൺ ദി ഗുഡ്. ഇനി വി ക്യാൻ ഗെറ്റ് എ പ്രൈസ് റീഫണ്ട്. ഇഫ് അറ്റ് ഓൾ നമ്മുടെ പ്രോഡക്റ്റ് വളരെ മോശമായിട്ടാണ് പെർഫോം ചെയ്തെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുത്തിട്ട് പ്രൈസ് റീഫണ്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഇനി എന്തെങ്കിലും ഇഞ്ചുറി സംഭവിക്കുകയാണ്, ലൈക്ക് പൊട്ടിത്തെറിക്കുക അല്ലെങ്കിൽ കറണ്ട് എന്തെങ്കിലും ആവുക, കൈമുറിയുക, കാൽമുറിയുക, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറി സംഭവിക്കുകയാണെങ്കിൽ അതിനുള്ള കോമ്പൻസേഷൻ നമുക്ക് വാങ്ങിക്കാനുള്ള റൈറ്റ് ഉണ്ട്. ദെൻ ഡിസ്കണ്ടിന്യൂവേഷൻ ഓഫ് അൺഫെയർ ആൻഡ് റെസ്ട്രിക്റ്റഡ് ട്രേഡ് പ്രാക്ടീസ്. അപ്പോൾ എന്നെ ഒരു ചതിയിലൂടെ ഒരു പ്രോഡക്റ്റ് വിറ്റിട്ടുണ്ട് എങ്കിൽ എനിക്കത് കംപ്ലയിൻറ്റ് ചെയ്തിട്ട് ഇനി മേലാൽ ആ ബയ്യർ അല്ലെ ആ സെല്ലർ ഈ ഇങ്ങനത്തെ അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് കോർട്ടിൽ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് എനിക്ക് ആക്ച്വലി അതുകൊണ്ട് ഗുണമില്ല, ബട്ട് എനിക്ക് ജനറൽ പബ്ലിക്കിന് കൊടുക്കാൻ പറ്റിയൊരു നല്ലതാണ്. ഇപ്പം നമ്മൾ ഒരു കടയിൽ പോകുമ്പോൾ നമുക്ക് നമ്മുടെ നോട്ടീസിൽ പെടുകയാണ്, വെയിങ് മെഷീൻ്റെ അടിയിൽ വെയിറ്റ് വെച്ചിട്ട് ഒരു തെറ്റായ വെയിങ് കാണിക്കുന്ന ഒരു ആളെ നമ്മൾ കണ്ടു, ഒരു സെല്ലറിനെ കണ്ടു. അപ്പം നമുക്ക് ആ വെയിങ് തെറ്റായി കാണിച്ചതുകൊണ്ട് നമുക്ക് നഷ്ടമുണ്ട്. നമ്മളത് അങ്ങനെ പിടിച്ചു, നമ്മൾ റിപ്പോർട്ട് ചെയ്തു. നമുക്ക് സ്റ്റേറ്റ് ഫോറത്തിലോ ഡിസ്ട്രിക്ട് ഫോറത്തിലോ നാഷണൽ ഫോറത്തിലോ നമ്മൾ പോയി റിപ്പോർട്ട് ചെയ്തു, കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തു. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു റെമഡി വേണമെങ്കിൽ എടുക്കാം. നമുക്ക് കോർട്ടിനോട് പറയാം, ഇനി മേലാൽ ഇയാൾ ഈ അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ഒരിക്കലും ചെയ്യരുത് എന്ന് വേണമെങ്കിൽ നമുക്ക് ഐദർ നമ്മുടെ പ്രോഡക്റ്റിനെ പ്രശ്നമെങ്കിൽ റീപ്ലേസ് ചെയ്ത് വാങ്ങിക്കാം, അല്ലെങ്കിൽ പ്രൈസ് വേണമെന്ന് പറയാം, അല്ലെങ്കിൽ ഇഞ്ചറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ കോമ്പൻസേഷൻ ചോദിക്കാം. നമുക്ക് എന്തും പിന്നെ ചോദിക്കാം, അയാൾ ഇനിയും ഇതുപോലെ അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ചെയ്യരുത് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ വിഡ്രോവൽ ഓർ ഡിസ്കണ്ടിന്യൂസ് ഓഫ് സെയിൽ ഓഫ് ഹസാർഡസ് പ്രോഡക്റ്റ്. ഇപ്പോൾ ഹസാർഡസ് ഗുഡ്സ് ആണ്. ഇപ്പോൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഒരു ഫോൺ, ആ കമ്പനിയുടെ ഫോൺ കുറേ എണ്ണം പൊട്ടിത്തെറിച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് കംപ്ലയിൻറ്റ് പോയിട്ട് പറയാം, ഇനി മേലാൽ ഇങ്ങനത്തെ ഹസാർഡസ് പ്രോഡക്റ്റ് ഈ കമ്പനി വിൽക്കരുത് എന്ന് വേണമെങ്കിൽ എനിക്കൊരു റെമഡി ആയിട്ട് പറയാം. പിന്നെ പേയിങ് അഡ്വക്കേറ്റ് കോസ്റ്റ് ടു പാർട്ടീസ്. ഇപ്പം ഒരു പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചത് കൊണ്ട് ഞാനത് യൂസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ ഞാൻ സ്വമേധ ആർക്കെങ്കിലും എൻ്റെ പെർമിഷനോട് കൂടി ആർക്കെങ്കിലും യൂസ് ചെയ്യാൻ കൊടുത്തിട്ട് അവർക്ക് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടെങ്കിലും അവരെ കോമ്പൻസേറ്റ് ചെയ്യണം, അഡ്വക്കേറ്റ് കോസ്റ്റ് വേണമെന്നും എനിക്ക് റെമഡിയിൽ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ റിമൂവൽ ഓഫ് സർവീസ് ഡെഫിഷ്യൻസീസ്. ഇപ്പം പ്രോഡക്റ്റിലെ ഗുഡ്സ് റീപ്ലേസ് ചെയ്യാമെന്ന് പറഞ്ഞ പോലെ തന്നെ സർവീസിലും എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ എനിക്കത് എന്ത് ചെയ്യാം, റീപ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് മാറ്റിപ്പിക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെയിനായിട്ടുള്ള റെമഡീസ് അവൈലബിൾ ഫോർ കൺസ്യൂമർ അണ്ടർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്ന ചാപ്റ്റർ വരുന്നുള്ളൂ.